ഇവിടെ ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആൾക്കാർക്കുള്ള സ്ഥാപനമാണ്. ഇവിടെ ഫ്രീ ആയിട്ട് കാശിന് ഭക്ഷണത്തിനൊക്കെ ഫ്രീ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊരു ഫാമിലി എന്ന് പറയാറുണ്ട്, ഒരു ഫാമിലിയാണ്. അപകടം മൂലമോ ജന്മനാലോ അരക്ക് താഴെയോ അല്ലെങ്കിൽ കഴുത്തിന് താഴെയോ പൂർണ്ണമായും തളർന്ന ഒരുപാട് പേര് നമ്മുടെ പ്രദേശങ്ങളിലുണ്ട്. ഇത്തരം ആളുകൾക്ക് കൃത്യമായ ഒരു സംവിധാനം, അതാണ് കിൻഷിപ്പ്. മെൻ്റലി ചാലഞ്ചഡ് ആയവർക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ചുറ്റുഭാഗം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ട് വീടിൻ്റെ 4 ചുമരുകളിൽ തളക്കപ്പെട്ട ഇത്തരം ആളുകൾക്ക് മെൻ്റലി ഫിസിക്കലി ഡെവലപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ വളരെ അപൂർവമാണ്. അങ്ങനെയാണ് തിരൂരിൽ 6 വർഷങ്ങൾക്ക് മുമ്പ് കിൻഷിപ്പ് ശരീരം തളർന്നവർക്ക് ഒരു ശാസ്ത്രീയ പരിചരണ കേന്ദ്രം തുടങ്ങിവെച്ചത്. ഇതിന്ന് നമ്മുടെ തിരൂർ താലൂക്കിലെ ഒരുപാട് ആളുകൾക്ക് വളരെ ആശ്വാസപ്രദമാണ്, അവരുടെ കുടുംബത്തിന് താങ്ങാണ്. ഇത്തരം ആളുകൾക്ക് അവരുടെ സ്വന്തമായി കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളതാക്കാൻ കിൻഷിപ്പ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഫിസിയോതെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി, യോഗ, സ്പീച്ച് തെറാപ്പി, ഡയറ്റീഷ്യൻ്റെ സേവനം, ഡോക്ടറുടെ സേവനം, പാലിയേറ്റീവ്, ഇങ്ങനെ വ്യത്യസ്ത സംവിധാനങ്ങൾ ഒരു കുടക്കീഴിൽ സൗജന്യമായി കൊടുക്കുന്ന തികച്ചും ശാസ്ത്രീയമായ ഒരു സംവിധാനമാണ് ഇത്. ഇത്തരം ആളുകൾക്ക് ഒരു കൃത്യമായ അവരുടെ ആത്മബന്ധം ഉണ്ടാക്കാനും അവരുടെ കുടുംബത്തിന് ഒരു വല്ലാത്തൊരു ആശ്വാസ കേന്ദ്രമായിട്ടും മാറിയിട്ടുണ്ട്. ഇത് 6 പേരുടെ സ്വപ്നം ഇന്ന് തിരൂരിൻ്റെ മൊത്തം സ്വപ്നമാവുകയും മലപ്പുറം ജില്ലക്ക് കേരളത്തിന് മാതൃകാപരമായ ശരീരം തളർന്നവർക്കുള്ള ഒരു ശാസ്ത്രീയ കേന്ദ്രം അഥവാ എ ഹോം ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന ഒരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞു. കിൻഷിപ്പ് ഇന്ന് വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഈ സംവിധാനത്തിന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു പ്രധാന ലക്ഷ്യവും സ്വപ്നവും എന്ന് പറയുന്നത്, നമ്മളൊരു പുഴവക്കത്ത് ഒരു 1.5 ഏക്കർ സ്ഥലം എടുത്തുകൊണ്ട് ആ സ്ഥലത്ത് ഇത്തരം ആളുകൾക്ക് വന്ന് താമസിക്കുന്ന ഒരു സംവിധാനം, അവരുടെ കുടുംബത്തിന് വല്ലാത്തൊരു ആശ്വാസ കേന്ദ്രമായി മാറുന്ന ഒരു സംവിധാനം. ഒരു ഡംപിങ് ഞങ്ങൾ ഒരിക്കലും ലക്ഷ്യമിടുന്നില്ല. അതേസമയത്ത് ഒരു ആശ്വാസ കേന്ദ്രമായി വന്ന് ഒരാഴ്ചയോ പരമാവധി 1 മാസമോ ഒന്ന് താമസിക്കുകയും അതോടൊപ്പം തന്നെ അവരെ നോക്കുവാനും അവർക്ക് പരിചരിക്കാനും അതോടൊപ്പം എല്ലാ സംവിധാനങ്ങളും സൗജന്യമായി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതോടൊപ്പം ഫിസിക്കലി ചാലഞ്ചഡ് ആയവർക്കൊപ്പം തന്നെ നമ്മൾ പ്രായാധിക്യമുള്ള അഥവാ നമ്മുടെ സമൂഹത്തിലെ മുതിർന്നവർക്കും ഫിസിക്കലി ആയും മെൻ്റലി ആയിട്ടും വളരാനുള്ള ഒരു സംവിധാനം കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു. നിങ്ങളുടെ മുഴുവൻ പിന്തുണയും പ്രാർത്ഥനയും ഇതിനും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഹോം ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് അതെന്ന് പറഞ്ഞാൽ 7 വർഷമായിട്ട് നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റായിട്ട് നമ്മൾ കൊണ്ടെടുക്കുന്നതാണ്. അതായത് കാര്യമായിട്ട് അരക്ക് താഴെ കുഴഞ്ഞ ആൾക്കാരാണ് നമ്മളെ പേഷ്യൻസ്. അരക്ക് താഴെ കുഴഞ്ഞത് പിന്നെ മുഴുവൻ സ്ട്രോക്കായി മുഴുവൻ ആയിട്ട് 4 ഭാഗം ഒരേപോലെ 4 ലിംസും കുഴഞ്ഞത്. അപ്പോൾ അവരെ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് ഫിസിയോതെറാപ്പി, ഒക്കുപേഷൻ തെറാപ്പി, ഡയറ്റീഷ്യൻ, യോഗ, കൗൺസിലിംഗ്, പിന്നെ പാലിയേറ്റീവ് സർവീസസ്, അതായത് പിന്നെ ട്യൂബിങ്, ഇൻക്യുബേഷൻസ് പോലുള്ള പരിപാടികളുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇടയ്ക്ക് നമുക്ക് മെഡിക്കൽ സൂപ്പർവിഷനുണ്ട്. നമ്മളായിട്ട് ഡോക്ടേഴ്സ് പ്ലഗ്ഡ് അപ്പാണ്, ഓരോരുത്തർ മാറിയിട്ട് അവർ വന്നിട്ട് മെഡിക്കൽ സർവീസസും തരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്ത് ഉച്ചക്കത്തെ ലഞ്ച് കൊടുത്ത് വൈകിട്ട് ടീയും കൊടുത്തിട്ട് അവർ തിരിച്ചാക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 15 to 20 പേഷ്യൻസ് മാത്രം എടുക്കുക. അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ഒരു 5 ആൾക്കാരെ വെച്ചിട്ട് അതിനകത്തൊരു റീഹാബിലിറ്റേഷൻ യൂണിറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തുന്നൽ യൂണിറ്റാണ്. അതിനകത്ത് ഈ നിസ്കാരക്കുപ്പായം, പിന്നെ അതേപോലത്തെ ഈ സോക്സ്, കുട്ടികൾക്കുള്ള നിസ്കാരക്കുപ്പായം പോലെയുള്ള സ്റ്റിച്ചിങ് യൂണിറ്റാണ്. അപ്പോൾ അതിൽ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അരക്ക് താഴെ കുഴഞ്ഞ ആൾക്കാർ സ്വന്തം നമ്മളതിനെ സെറ്റ് ചെയ്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ. അവർക്ക് സ്വന്തമായിട്ട് വീട്ടിലേക്ക് ഒരു വരുമാനം കൊടുക്കുന്ന ഒരു ആദ്യത്തെ യൂണിറ്റാണ് മലപ്പുറം ജില്ലയിൽ. കാരണം ഓരോരുത്തരും ഒരു 5000-ൽ കുറയാത്ത ഒരു സംഖ്യ ഈ അരക്ക് താഴെ കുഴഞ്ഞ കുട്ടികൾ അവരുടെ പാരൻസിന് തിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതപ്പം അങ്ങനെ 5 ആൾക്കാർ ഇതിലേക്ക് എക്സിറ്റ് ആകുമ്പോൾ നമ്മൾ പുതിയ ന്യൂ അഡ്മിഷൻസ് ഒരു 5 ആളെടുക്കും. അങ്ങനെ ഒരു 20 to 30 പേഷ്യൻസ് എന്നുള്ളൊരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂരുള്ള എല്ലാ
ഇതിനോട് താല്പര്യമുള്ള എല്ലാ ആൾക്കാരും തിരൂരിലെ വ്യാപാര വ്യവസായം മുതൽ റോട്ടറി, JCA, തിരൂരിലെ ഓട്ടോറിക്ഷ അസോസിയേഷൻ, തിരൂരിലെ ഓൾ കേരള പിന്നെ പണ്ടാരിയേറ്റ് അസോസിയേഷൻ, കാറ്ററിംഗ് അസോസിയേഷൻ, പിന്നെ പന്തൽ വർക്കേഴ്സ് എല്ലാവരും നമ്മളുടെ കൂടെ കൂടിയിട്ട് നമ്മളൊരു ഈവൻറ്റ് മാനേജ് ചെയ്തിട്ട് അതിൽ നിന്ന്, കാരണം ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മുടെ കോവിഡ് പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഗ്യാതറിങ്സ് നടത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു ബിരിയാണി ചാലഞ്ച് എന്നിട്ടുള്ളൊരു പരിപാടി വെച്ചിരിക്കുകയാണ്. അപ്പം അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് ഓരോരുത്തരും അവരെ പാർട്ട്, വാഹനം സപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ വാഹനം, വോളണ്ടിയർ സർവീസ് പറ്റുന്നവർ അത്, മെറ്റീരിയൽ സ്പോൺസർ ചെയ്യാൻ പറ്റാവുന്നവർ അത്, അങ്ങനെ എല്ലാവരും തിരൂരിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ക്ലബ്ബുകളും തിരൂര്, താന്നൂർ അത്രയും ആ ഒരു സ്ട്രെച്ച് പോകുന്നുണ്ട്. വോളണ്ടിയേഴ്സ് മുഖാന സ്നേഹതീരം എന്നൊരു വോളണ്ടിയർ ഗ്രൂപ്പാണ് തിരൂരിലെ ഏറ്റവും എന്താ പറഞ്ഞാൽ വോളിയുമുള്ളൊരു ഒരു വോളണ്ടിയറിംഗ് ഗ്രൂപ്പാണ്. അവർ നമ്മളവിടെ പ്ലഗ്ഡ് അപ്പാണ്. അതിന് പുറമെ തിരൂരും താന്നൂരും ചുറ്റുഭാഗമുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ക്ലബ്ബുകളും എല്ലാ അസോസിയേഷൻസും കൈകോർത്തിട്ട് ഇതൊരു എന്താ പറഞ്ഞാൽ ഇതൊരു ഒരു റെക്കോർഡിക്കലായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 20,000 ബിരിയാണി മേക്ക് ചെയ്യുന്നു. ഈ 20,000 ബിരിയാണി കുട്ടികൾ ഓർഡർ എടുത്തതിലേക്ക് ഡീസെൻട്രലൈസ് ചെയ്തിട്ട് നമ്മൾ വിതരണം നടത്തുന്നു. അപ്പം ഉദ്ദേശിച്ചിരിക്കുന്നത് ഏപ്രിൽ 10-ാം തീയതിയാണ്. അപ്പം ഏപ്രിൽ 10-ാം തീയതി 2-ാം ശനിയാണ്. അപ്പോൾ 2-ാം ശനിയാഴ്ച രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഒരു 10 മണി 12 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരുടെയും വീട്ടിലേക്ക് ഫുഡ് എത്തിക്കുന്ന ഒരു രീതിയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്, അതായത് കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം ഒരു 70 രൂപ വരികയാണെങ്കിൽ ഒരു 30 രൂപ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു ഡൊണേഷനായിട്ട് വരും. അപ്പം എല്ലാ ജീവിതത്തിലെ തുറയുള്ള അതായത് തിരൂർ ചുറ്റുഭാഗത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും അന്നത്തെ ദിവസം തിരൂർ മുഴുവൻ കിൻഷിപ്പിൻ്റെ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥിതി, അതിൻ്റെ കൂടെ ഈ നമ്മുടെ കൂടെ സഞ്ചരിക്കാനുള്ള ഒരു ആഗ്രഹം കൂടി സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ഇതാണ് നമ്മുടെ കിൻഷിപ്പ് ചാലഞ്ച്, ബിരിയാണി ചാലഞ്ച് എന്ന പരിപാടിയോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ സ്ഥാപനത്തിന് 6 ഡയറക്ടേഴ്സാണുള്ളത്. പിന്നെ ഇതിനകത്തുള്ള സ്റ്റാഫുകളെല്ലാം വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. വോളണ്ടിയറിംഗ് സർവീസസ് നമ്മൾ ഇങ്ങനത്തെ പ്രോഗ്രാമിന് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ റൗണ്ട് ദ വീക്ക്, അതായത് ആഴ്ചയിൽ 6 ദിവസവും വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. 10 to 4 ആണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. പേഷ്യൻ്റ് സെലക്ഷൻ അപ്പോൾ സർട്ടൻ ക്രൈറ്റീരിയ മാത്രമാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരേപോലെ അഡ്മിഷൻ എടുത്തിട്ട് ചെയ്യൂല. കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത് അവർക്ക് ഏറ്റവും നല്ല സർവീസ് ഇന്ന് അവൈലബിൾ ആവുന്നത് ഒക്യുപേഷൻ തെറാപ്പി പോലെയുള്ള വളരെ റെയറസ്റ്റ് സർവീസസ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഏറ്റവും നല്ല സർവീസ് കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. കിൻഷിപ്പ് എന്ന് പറയുന്നത് ഏകദേശം 7 വർഷമായി തിരൂർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എന്താ പറയുക, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വലിയൊരു താങ്ങാണ് കിൻഷിപ്പ് എന്ന് വെച്ചാൽ ഇത്രയും കാലം നമ്മൾ റെസിപ്റ്റ് വെച്ചിട്ട് ഒരാളെടുത്ത് ഒരു പിരിവിന് പോയിട്ടില്ല. നമ്മളെ കണ്ടറിഞ്ഞ് വരുന്ന ഒരു 5-8 പേര് തരുന്ന ഒരു എമൗണ്ടും പിന്നെ ഇവിടെ കർമാരവും കൂടി ചെയ്തിട്ടാണ് ഇത്രയും കാലങ്ങളാണ് പോയത്. ഈ കൊറോണ സിറ്റുവേഷനും അതുപോലെ തന്നെ നമുക്കൊരു വാഹനം കിട്ടി. കഴിഞ്ഞ വർഷം നമ്മളൊരു ഇവൻറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ കൊറോണ കാരണം നമുക്ക് നടത്താൻ പറ്റിയില്ല. പക്ഷെ അന്ന് ഇപ്പോൾ നമ്മൾ ഈ കൂടി തിരൂരുള്ള പൗരപ്രമുഖരായിട്ടുള്ള ആളുകൾ അവിടെ ആ ഒരു ഇനിഷ്യേറ്റീവ് നമുക്ക് വാഹനം കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലവ് കൂടിയിട്ടുണ്ട്. ഒരു മാസം 30,000-40,000 രൂപയോളം വന്നിട്ട് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത് മാത്രം. ഇവിടെ തെറാപ്പിസ്റ്റ് ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ ഒന്നുകൂടി ഉഷാറാക്കണം എന്നൊരു പ്ലാനുണ്ട്. അതുകൊണ്ടൊക്കെ നമ്മൾ ഈ ബിരിയാണി സെലക്ഷൻ എന്നുള്ളൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. ഏകദേശം അപ്പോൾ 50ഓളം NGOs ഇതിലുള്ള അവർ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ വിജയിക്കുന്നുള്ള വിശ്വാസങ്ങൾ വിലസിടും നാരി മാണിക്യ മഹർ ആയ പൂവി മഹദിയാക്കർ ബീവി മക്കയെന്ന വിലസിടും നാരി Kita
ഏപ്രിൽ 10-ന് ഇവിടെ ഒരു ബിരിയാണി ചാലഞ്ച് നടത്തുന്നുണ്ട്. അവിടെ ഈ സഹായത്തിന് വേണ്ടിയിട്ട് ഫണ്ട് ഉയർത്താനാണ്. അപ്പോൾ സ്നേഹതീരം വോളണ്ടിയറിംഗ് ആണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ പരിപാടി. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം പേർക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഇവരെ സഹായിക്കാം. എല്ലാവരും കൂടെ വേണം. ഓക്കെ, ബിരിയാണി എല്ലാവരും വാങ്ങിക്കണം.